ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചുള്ള ഒരു ഉണ്ടയായാലോ? കൊഴുക്കട്ട. നമ്മൾ അരിപ്പൊടി വെച്ചുണ്ടാക്കുന്നതിനേക്കാളും രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പൊടിക്കണ ഗോതമ്പ് മേടിച്ച് പൊടിക്കണതാണ്. അതിലേക്ക് ഒരല്പം ഉപ്പിട്ടിട്ട് ഒന്ന് കൂട്ടി കൊടുക്കണേ, എല്ലാ ഭാഗത്തേക്കും ആകുന്നതിന് വേണ്ടി. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ അതിലും ഒരല്പം ലൂസായിരിക്കണം. എന്നിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണേ. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി. നല്ല പോലെ ഇളക്കി കൊടുക്കണം. വെള്ളം പോരാ, അപ്പോൾ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കണേ. ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും നമ്മൾ നെയ്യ് ഒഴിക്കാറുണ്ടല്ലോ. അപ്പോൾ നെയ്യും കൂടെ ഒഴിക്കുമ്പോൾ നല്ലൊരു മയം കിട്ടും ഈ മാവിന്. എന്നിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണം. ഇത്തിരി ലൂസിൽ വേണേ കുഴച്ചെടുക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ കുഴച്ചെടുക്കണം. ചപ്പാത്തിയേക്കാളും ഒരല്പം ലൂസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഞാനിവിടെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതും ഒരല്പം ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പൊടിയിൽ അഴുക്കൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചിങ്ങനെ ഇതാക്കിയിട്ട് ലൂസാക്കിയിട്ട് അരിച്ച് നോക്കിയപ്പോൾ അതിൽ അഴുക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തേക്കുവാണ്. എന്നിട്ടൊരല്പം വെള്ളം ഒഴിക്കാവുള്ളൂ, വെള്ളം അധികം ഒഴിക്കരുത്. ഇനി അല്പം തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം. അധികം ലൂസാക്കരുതെന്ന് പറഞ്ഞത്, നമ്മൾ ഉണ്ട ഉണ്ടാക്കുമ്പോൾ അത് വെക്കുമ്പോൾ പുറത്തേക്കൊക്കെ ഇങ്ങനെ ഒഴുകി വരും. അതുകൊണ്ടാണ് അധികം വെള്ളത്തിൽ വേണ്ടെന്ന് പറഞ്ഞത്. ആവശ്യമുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഒരു 2-3 സ്പൂൺ വെള്ളം. കണ്ട, വെള്ളമൊന്നുമില്ലാത്ത പോലെ വറ്റിയല്ലേ പിരിക്കുന്നത് ഇങ്ങനെ. തീ കുറച്ചിട്ടിട്ട് വേണേ ചെയ്യാൻ, അല്ലെങ്കിൽ ശർക്കര അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തമായിട്ട് ഇടുമ്പോൾ ഇളക്കി എടുക്കാനായിട്ട് ഇത്തിരി പ്രയാസമായിരിക്കും. ചെറിയ ചട്ടിയാലോ. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ഈ തേങ്ങാപ്പീര ശർക്കരയിൽ വിളയിച്ചെടുക്കുമ്പം നല്ല മയം കിട്ടും. പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ടാവുമേ. നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ടല്ലോ. ഉണ്ട്, വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. തീ കുറച്ചേ ഇടാവുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം ജീരകവും ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. കല്ലിൽ വെച്ച് നല്ലതുപോലെ ചതച്ചാണ് എടുത്തത്. അപ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും കല്ലിൽ വെച്ച് ചതക്കുമ്പോൾ. അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കണേ. അപ്പോൾ നമ്മുടെ പീരയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, വെള്ളമൊന്നുമില്ല. ലൂസായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടയിൽ വെച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ കയ്യിൽ വെച്ച് ഉരുട്ടുമ്പം അതിങ്ങോട്ട് പൊട്ടി പോരാൻ സാധ്യതയുണ്ട്.
അപ്പോൾ അതേ നമ്മുടെ മാവൊക്കെ റെഡിയായിരിക്കുവാണ്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. അപ്പം ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചാണ്, ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ തട്ടിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതിൽ ഒരല്പം വെളിച്ചെണ്ണ തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് പറിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും. ഇതിലാകുമ്പോൾ ഒന്നിനെ മറ്റൊന്ന് മുട്ടുകയോ ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ തട്ടിൽ വെക്കുമ്പോഴത്തേനും മുട്ടിയിരിക്കുമ്പം ഒട്ടിപ്പിടിക്കും. ഇതാവുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ എപ്പോഴും ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് വെച്ചിരിക്കണേ. 2 കൈയും വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. എന്നിട്ട് ഉള്ളം കയ്യിൽ വെച്ച് നല്ലതുപോലെ പരത്തിയെടുക്കണം. ആദ്യം ഇത് ഇങ്ങനെയൊന്ന് വിരലും കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. എന്നിട്ട് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കണേ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള പീര വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ 1 സ്പൂണും ഒരല്പവും കൂടെ വെച്ചിട്ടുണ്ട്. ഇത് അരിപ്പൊടീനേക്കാളും എളുപ്പമാണ്. ഈ ഗോതമ്പിനൊരു പശയുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്നത് ഒട്ടിച്ചെടുക്കാനും ഒക്കെ പാടില്ല. അരിപ്പൊടി ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ പൊട്ടിപ്പോകും. കണ്ടോ, ഇത് പെട്ടെന്ന് കഴിയും. എന്നിട്ട് കയ്യിൽ വെള്ളം മുക്കിയിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഉരുട്ടി എടുത്താൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഉണ്ടയാണ്. വൈകിട്ട് കുട്ടികളൊക്കെ വരുമ്പം, സ്കൂൾ വിട്ട് വരുമ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇഡ്ഡലിയുടെ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇത്തിരി വെളിച്ചെണ്ണ തുടച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, പെട്ടെന്ന് വലിഞ്ഞ് വരുന്ന കണ്ടോ. ഇനി നമുക്ക് പീരയും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് വെള്ളത്തിലൊന്ന് കൈ തൊട്ടിട്ട് നല്ലതുപോലെ ഉരുട്ടിയെടുക്കണം. എൻ്റെ കയ്യിൽ നനവുണ്ട്. നനവില്ലെങ്കിൽ വെള്ളത്തിലൊന്ന് മുക്കണം. വളരെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. മുട്ടാതെ ഇരിക്കും. പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. വെന്ത് കിട്ടാനും എളുപ്പമാണ്. ചിലതിങ്ങനെ മുട്ടിയിരിക്കുമ്പോൾ വെന്ത് കിട്ടാനും പ്രയാസമാവുമേ. ഇനി നമുക്ക് പീരയും കൂടെ വെച്ച് കൊടുക്കാം. മധുരം വേണ്ട ആൾക്കാർക്ക് കുറച്ച് ശർക്കരയും കൂടി ഇടാം. ഞാനിപ്പോൾ ഇത്തിരി കുറവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് അടപ്പത്തേക്ക് വെക്കാം. വെള്ളം തിളച്ച് കിടപ്പുണ്ടായിരുന്നേ. വെള്ളം തിളച്ചതിന് ശേഷമേ നമുക്കിത് വെച്ച് കൊടുക്കാവുള്ളേ. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അടുത്തതും കൂടെ ഉരുട്ടിയെടുക്കാം. നമുക്കിത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഇത് നല്ലപോലെ ആവിയൊക്കെ വന്ന് വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് പുറത്തേക്കെടുക്കാം. നല്ല ചൂടാണേ, കൈ പൊള്ളി. അടുത്തതും കൂടെ എടുത്തു വെക്കാം. 6 4 10 എണ്ണം ഉണ്ട്. കണ്ടേ, ഇനി ഇത് പെട്ടെന്ന് അങ്ങോട്ട് എടുക്കരുത്. ചൂടാറിയതിന് ശേഷമേ എടുക്കാവുള്ളൂ.
അല്ലെങ്കിൽ ആ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തുടച്ചിട്ടുണ്ട്, അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ചൂടൊക്കെ ആറി ദേ കണ്ടോ, ഒട്ടും പിടിച്ചിട്ടില്ല. എല്ലാം നമുക്കതുപോലെ തന്നെ അടർത്തിയെടുക്കാം. ചൂടാറിയിട്ടേ എടുക്കാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്കിതൊരെണ്ണം മുറിച്ച് നോക്കാം. കണ്ടോ, നല്ല ഭംഗിയോടുകൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഭംഗിയുടെ ഇതുപോലെ തന്നെ രുചിയുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.